ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചായയുടെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞായറാഴ്ച മാത്രം ഈ ചെറുകിട കടികളായിട്ട് ചേട്ടൻ വരാറുണ്ട് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയി. വീട് പറയത്തക്ക ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. അപ്പം ഇന്ന് എൻ്റെ ഏട്ടൻ്റെ പിറന്നാൾ പ്രമാണിച്ചിട്ട് ഇന്ന് നേരത്തെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീയാനൊക്കെ നല്ല കുട്ടിയായിട്ട് കൂളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ ശ്രീയാനിത കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീയാനിത് എൻ്റെ അടുത്തേക്ക് പുതിയ മാസ്കൊക്കെ മേടിച്ചിട്ടുണ്ട്. സ്പൈഡർമാൻ എന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഉണ്ട്, ഇതപ്പോൾ പുതിയതായി മേടിച്ച മാസ്ക്, അതൊക്കെ എനിക്ക് കാണിച്ചു തരികയാണ്. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് വെച്ചെങ്കിൽ ഇവനായിട്ട് കുറച്ച് നേരം തല്ലുകൂടിയില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. അപ്പോഴേക്കും അമ്മ അവിടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തോ ക്യാമറ എടുത്ത് കൊണ്ടുപോയിട്ട് വല്ലാത്തൊരു നാണം കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ അമ്മ ഉണ്ടാക്കിയ അവിയലും കാബേജ് തോരനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. അമ്മയ്ക്ക് എന്തുണ്ടാക്കിയാലും ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. അപ്പം നമ്മൾ മഞ്ഞപ്പൊടി കുറവ് മാത്രം തോന്നിയുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ ചേട്ടൻ എന്താ ചായ കുടിക്കായിരുന്നു. പത്തിരിയും പാലും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഇന്നത്തെ ചായയുടെ കടി. അങ്ങനെ റൊമാൻസ് പാട്ടൊക്കെ കണ്ട് ചേട്ടൻ ചായ കുടിക്കുമ്പോൾ ശ്രീകുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ലജ്ജാതി തുള്ളി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോണും പിടിച്ച് വീഡിയോ എടുക്കണം. എന്നോട് അമ്മ പറഞ്ഞു നാളികേരം ചെറുക്കാം. അങ്ങനെ ഞാൻ ഫോണൊക്കെ ഒരു സൈഡിൽ കുത്തിച്ചാരി വെച്ചിട്ട് നമ്മൾ നാളികേരം ചെറുക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ പിന്നെ പണിയോട് പണിയായിരുന്നു. അങ്ങനെ എന്നെ സഹായിക്കാനായിട്ട് ഞാൻ കൂട്ട് വിളിച്ചതാണ് ഈ ഒരു മുതലിനെ. ഈ ഒരു മുതൽ എനിക്ക് 2 മണി മാത്രമല്ലാണ്ട് വേറെ ഒന്നും തന്നിട്ടില്ല. ചൂലിൻ്റെ കെട്ടഴിച്ച് വിട്ട പോലെ നമ്മുടെ സേമിയൊക്കെ അവിടെ പരത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യണ പണിയൊക്കെ മടിയായി തോന്നുമ്പോഴാണ് ഞാൻ ഇവനെ വിളിക്കാറുണ്ട്. ഇവനെ വിളിച്ചിട്ട് ഈ പണിയൊക്കെ നല്ല നിസ്സാരമായിട്ട് പെട്ടെന്ന് തന്നെ കഴിയും. അങ്ങനെ ശ്രീയാനിത സേമിയൊക്കെ ഉള്ള ശക്തി എടുത്ത് പൊട്ടിച്ചിട്ട് നമുക്ക് സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനൊക്കെ അവിടെ നിന്ന് മാറ്റി അതൊക്കെ അടക്കി പറിക്കുമ്പോഴേക്കും നമുക്ക് വല്ലാത്ത വിശപ്പ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചോ എന്ന് പറഞ്ഞ അമ്മ പിന്നാലെ നടന്ന സാധനത്തെ ഏറ്റവും അവസാനം ഒരെണ്ണായപ്പോഴാട്ടോ ഞാൻ കഴിച്ചത്. അങ്ങനെ പത്തിരിയും പാലും കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കൂട്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വയറ് നിറച്ചു. അങ്ങനെ ആ ക്ഷീണമൊക്കെ കഴിഞ്ഞ് പിന്നെ പണിയോട് പണി. ഇതേ നാളികേരം ചെറുക്കി കഴിഞ്ഞത് അതെല്ലാം കൂടി അരച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ കടുകുവറയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എലിശ്ശേരി കടുക് വറുത്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ സാമ്പാറും കടുക് വറുത്തു. നമ്മുടെ പാചകം ഇവിടെ ഫിനിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുക്കളയിൽ ഇത്ര നേരം നിന്ന് ഞാൻ ഈ ഒരു കുഞ്ഞു കൊല കാണാതെ പോയിരുന്ന കാര്യം. അങ്ങനെ നമ്മൾ പുതിയ പാത്രമൊക്കെ എടുത്തിട്ട് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. സേമിയ പായസം ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി ക്ഷീണത്തിൽ വന്നിരിക്കുമ്പോഴാണ് കേട്ടോ ഇവരുടെ ഈ ഒരു കളി കണ്ടത്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരിക്കുമ്പോഴേക്കും പപ്പടം വറക്കണം മണം കേട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ ശ്രീയാനും ഉണ്ട് കൂടെ. അപ്പോൾ ശ്രീയാനിത് പായസം എവിടെ ചോദിച്ചിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുണ്ടായിരുന്നു. അങ്ങനെ ശ്രീയാനമ്മ വാരി എടുത്തിട്ട് പായസമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇറങ്ങണ എൻ്റെ അമ്മയുടെ ഒക്കത്ത് പറയുമ്പോൾ അവൻ 2 ഉമ്മ കൂടുതൽ കൊടുക്കുമായിരുന്നു കേട്ടോ. ഇതിനുശേഷം നമ്മുടെ കുഞ്ഞു സദ്യവട്ടങ്ങളൊക്കെ തയ്യാറായി. എല്ലാവരും ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ കേക്ക് മുറിക്കാനുണ്ടായി. അപ്പോൾ ഇന്നലെ റെഡിയാക്കി വെച്ച കേക്കായിരുന്നത്. അപ്പോൾ എഴുത്തിയമ്മ എടുത്തത് ഷർട്ടാണ് കേട്ടതോ. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് കേക്ക് മുറിക്കുകയാണ്. ശ്രീകുട്ടി ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്ക് മുറിച്ചു. കുഞ്ഞൊരു സെലിബ്രേഷൻ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കേട്ടോ.